നമസ്കാരം. രാഷ്ട്രീയത്തിൽ കുറെ കാലമായി തലക്കെട്ടുകൾ സൃഷ്ടിക്കുന്നതിൽ പിന്നിലായി പോയ കോൺഗ്രസ് സമീപകാലത്ത് കുറേയധികം മെച്ചപ്പെട്ടിരുന്നു. ഭാരത് ജോഡോ യാത്രയെ തുടർന്നാണ് ഈ മാറ്റം പ്രകടമായത്. നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള മറ്റുള്ളവർ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും പ്രസ്താവനകൾക്ക് പിറകെ കൂടേണ്ട അവസ്ഥയും സംജാതമായിരുന്നു. അതിൽ ഏറ്റവും ഒടുവിലത്തേതും ഏറ്റവും പ്രസക്തമായതുമാണ് ജാതി സെൻസസ്. ജാതി സെൻസസിനെ പിന്തുണയ്ക്കുന്നു എന്ന പരോക്ഷ സൂചനയുമായി ഇപ്പോൾ RSSന് പോലും രംഗത്ത് വരേണ്ടി വന്നിരിക്കുകയാണ്. ജാതി സെൻസസ് സെൻസിറ്റീവായ വിഷയമാണ് എന്നും എന്നാൽ ഇത് രാഷ്ട്രീയമായോ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായോ ഉപയോഗിക്കരുത് എന്നുമുള്ള പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് RSSന്റെ മുഖ്യ വക്താവ് സുനിൽ അംബേദ്കർ. ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് ജാതി സെൻസസ് ഉപകാരപ്രദമാവും എന്ന് അദ്ദേഹം പറഞ്ഞു. പാലക്കാട്ട് നടക്കുന്ന RSSന്റെ ത്രിദിന അഖില ഭാരതീയ സമന്വയ ബൈഠക്കിന്റെ അവസാന ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അംബേദ്കർ. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉപവർഗീകരണത്തിൽ ബന്ധപ്പെട്ട സമുദായങ്ങളുടെ സമവായമില്ലാതെ ഒരു നടപടിയും സ്വീകരിക്കരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സുപ്രീം കോടതി ഉത്തരവിന് പിന്നാലെ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ വിഷയത്തെ ജാഗ്രതയോടെയാണ് സമീപിക്കുന്നത്. എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും, പ്രത്യേകിച്ച് പിന്നാക്കം നിൽക്കുന്ന സമുദായങ്ങളെയോ ജാതികളെയോ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ ആവശ്യമായി വരുമെന്ന് RSS കരുതുന്നു. സർക്കാരിന് ചില കണക്കുകൾ ആവശ്യമാണ്. നേരത്തെയും സർക്കാർ അത്തരം ഡാറ്റ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് ആ സമുദായങ്ങളുടെയും ജാതികളുടെയും ക്ഷേമത്തിനു വേണ്ടി മാത്രമായിരിക്കണം എന്നും അംബേദ്കർ വ്യക്തമാക്കി. ജാതി ബന്ധങ്ങൾ എന്നിവ ഹിന്ദു സമൂഹത്തിൽ സെൻസിറ്റീവ് വിഷയങ്ങളാണ് എന്നും ഇത് നമ്മുടെ ദേശീയ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും പ്രധാനമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനാൽ ഇത് വളരെ സെൻസിറ്റീവായി കൈകാര്യം ചെയ്യണം. ഭരണഘടനാപരമായ സംവരണം വളരെ പ്രധാനമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനെ എപ്പോഴും RSS പിന്തുണച്ചിട്ടുണ്ട് എന്ന് പോലും RSS വക്താവിന് പറയേണ്ടി വന്നു. കോടതിയിൽ ചർച്ച ചെയ്തത് വളരെ സെൻസിറ്റീവായ വിഷയമാണ്. സർക്കാരും മറ്റ് ബന്ധപ്പെട്ട അധികാരികളും ഒരു തീരുമാനമെടുക്കണം എന്നും RSS ആവശ്യപ്പെട്ടു. ഹിന്ദു ഐക്യത്തിനും ദേശീയ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടിയാണ് RSS തുടർച്ചയായി പ്രവർത്തിക്കുന്നതെന്ന് വിളിച്ചു പറയേണ്ട സ്ഥിതിയും RSS വക്താവിനുണ്ടായി. അതേസമയം ജാതി സെൻസസ് എന്ന ആവശ്യത്തെ BJP പരസ്യമായി എതിർത്തിട്ടില്ലെങ്കിലും അത് നടപ്പിലാക്കുന്നതിന് വേണ്ട പ്രതിജ്ഞാബദ്ധതയൊന്നും കാണിക്കുന്നില്ല എന്ന വിമർശനം ഉയരുന്നുണ്ട്. അതിനിടെയാണ് RSSന്റെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. പ്രതിപക്ഷം ജാതി സെൻസസിനായി മുറവിളി കൂട്ടുന്നുണ്ട്. മാത്രമല്ല NDA ഘടകകക്ഷികളായ JDU, ലോക് ജനശക്തി പാർട്ടി, രാംവിലാസ് പാസ്വാൻ വിഭാഗം എന്നിവരും ജാതി സെൻസസ് എന്ന ആവശ്യം കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. ബീഹാറിലെ JDU നേതൃത്വത്തിലുള്ള സർക്കാർ കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് ജാതി സർവേ നടത്തിയിരുന്നു. ജാതി സെൻസസിന്റെ കാര്യത്തിൽ മുഖം തിരിഞ്ഞു നിന്ന കേന്ദ്ര സർക്കാരിന് ഇനിയും എത്ര കാലം ഒട്ടകപക്ഷി നയം സ്വീകരിക്കാനാവും എന്ന് നോക്കാം.